വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങൾ വിധി പകർപ്പ് വന്നതിന് ശേഷം എന്തായാലും അപ്പീൽ പോകും. ഒറ്റ കാര്യമുള്ളൂ ഈ അവസരത്തിൽ പറയാനുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അടിവേരറക്കുന്ന വിധിയാണ്. ഇരട്ട ജീവപര്യന്തമാണ് പ്രതികൾ കൊടുത്തിട്ടുള്ളത്. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി CPIM-ൻ്റെ ഉന്നത നേതൃത്വം വളരെ സജീവമായിരുന്നു, വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ. അവരുടെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയെങ്കിലും ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ നേതൃത്വം കൂടാതെ നടത്തി തട്ടിയെടുക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോരാട്ടം ഭാവി കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കർഷന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർ പുറത്തു വരേണ്ടതുണ്ട്. അതിനാവശ്യമായുള്ള നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരും. അതോടൊപ്പം ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിധി പകർപ്പ് വന്നതിന് ശേഷം ആലോചിച്ച് എന്തായാലും സുപ്രീം കോടതിയിൽ ഇതുമായുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. എന്താണ് വിധിയുടെ പൂർണ്ണ രൂപം എന്ന് പറയാൻ കഴിയും? അതായത് ഒരു വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്, പൂർണ്ണ രൂപം എന്ന് പറയാൻ കഴിയും? വളരെ വിശദമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള വിധിയാണ്. പ്രോസിക്യൂട്ടറുണ്ട്, അദ്ദേഹത്തിനും പറയാൻ പറ്റും. അതായത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിക്കണം, അത് ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. അത് തെളിവുകൾ മുഴുവൻ ഏതാണ്ട് സെപ്റ്റംബർ 4 തുടങ്ങി ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ വളരെ വിശദമായിട്ട് വിധികളെല്ലാം പരിശോധിച്ച് ഇതുവരെ സുപ്രീം കോടതി കൊടുത്ത കേസുകളെക്കുറിച്ചുള്ളതും പരിശോധിച്ച് കൊടുത്തിട്ടുള്ളൊരു വിധിയാണ്. ഇത് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ 1-2 പേരെ അക്വിറ്റി ചെയ്തതിനെക്കുറിച്ചുള്ള അതിനകത്ത് സുപ്രീം കോടതി പോകേണ്ടി വരും. അത് സുപ്രീം കോടതി പോകണ്ടാവും. ബാക്കിയുള്ള വലിയ ലാർജർ കോൺസ്പിറസിയെക്കുറിച്ച് ഇവർ പറഞ്ഞ പോലെ തന്നെ ലാർജർ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കുന്നുള്ള കാര്യം ഇവിടെ ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ്. അത് വീണ്ടും അത് ശക്തമായിട്ട് തന്നെ അത് നടത്തിക്കൊണ്ട് പോകാനാണ് തീരുമാനം. ഈ കേസിൽ കീഴ്ക്കോടതി വിധിയേക്കാൾ കീഴ്ക്കോടതി നൽകിയിട്ടുള്ള ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്ന്, നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന 1 മുതൽ 8 വരെയും 11-ാം പ്രതിക്കും 13-ാം പ്രതി ഇപ്പോൾ ജീവനോടെ ഇല്ല. അങ്ങനെ ഇവർക്കെല്ലാം തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് കൊടുത്തിരുന്നത്. ഇവിടെ 1 മുതൽ 7 കൂടിയിട്ടുള്ള പ്രതികൾക്ക്, അതിൽ 6-ാം പ്രതി ഒഴികെ 1 മുതൽ 5 വരെയും 7 പ്രതികൾക്ക്, 6-ാം പ്രതിയില്ല, അത്രയും പ്രതികൾക്ക് ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ കൂടി ഈ കോടതി കൊടുത്തിരിക്കുന്നു. കാരണം ഗൂഢാലോചന കുറ്റം അവർ ചെയ്തു എന്ന് കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്നില്ല. അപ്പോൾ 2 ജീവപര്യന്തം ശിക്ഷയാണ് ഇവർക്കെല്ലാം കൂടി കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ വീണ്ടും ഒരു ജീവപര്യന്തം കൂടി അവർ കിട്ടിയ കീഴ്ക്കോടതിയിൽ കൊലപാതകത്തിനുള്ള 302 IPC പ്രകാരമുള്ള ശിക്ഷ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഈ കോടതി 120B പ്രകാരം കൂടി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞതായി കോടതി മനസ്സിലാക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ 2-നും ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ജീവപര്യന്തം എന്ന് പറയുന്നതിനൊരു വിശേഷണവും കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ ജീവപര്യന്തം പല നിയമങ്ങളുടെയും മൂശയിൽ കൂടി ഒഴുകി വരുന്ന നേരത്ത് 14 വർഷം കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവപര്യന്തം തടവ്. എന്നാൽ ഇതിൽ കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നു, 20 വർഷം കഴിയാതെ ഈ ജീവപര്യന്തത്തിന് റെമിഷൻ ആവശ്യപ്പെടാനും കൊടുക്കാനും പാടില്ല എന്ന്. 20 വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ അതിന് ശേഷം കൊടുത്തോളണമെന്നില്ല, അത് കഴിഞ്ഞാലും അവർക്ക് പുറത്തു വരാനില്ല, അത് ജീവിത അവസാനം വരെയാണ് എന്നുകൂടി അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ജീവ അവസാനം വരെയുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പറയാം, പുതുതായി ശിക്ഷിച്ചിട്ടുള്ള 2 പ്രതികൾക്ക്, അതായത് 10-ാം പ്രതിയും 12-ാം പ്രതിയും, ഈ 2 പേർക്കും സാധാരണ നിലയിലുള്ള ജീവപര്യന്തം തടവാണ് വിധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ കോടതി 18-ാം പ്രതിയായിരുന്ന ഒരു റഫീഖിന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരുന്നു. ഈ 3 പേർക്കുമുള്ള ജീവപര്യന്തം തടവ് സാധാരണ നിലയിൽ വിശേഷണങ്ങളില്ലാത്ത ഒരു ജീവപര്യന്തം തടവാണ്. അതിന്
സർക്കാരിന് റിമിഷനാവാം, മറ്റെല്ലാ ആനുകൂല്യങ്ങൾക്കും അവകാശമുണ്ട്. അതിൻ്റെ മേലെ ഒരു ഫെറ്റേഴ്സും കോടതി വെച്ചിട്ടില്ല. അതായത് 1 മുതൽ 5 വരെ 7, 8 അല്ലേ, അങ്ങനെ ആകെ 7 പ്രതികൾക്കാണ്. അല്ല, ആ 7 പ്രതികൾക്കാണ് കൂടുതലായി 120B ശിക്ഷ കൊടുത്തിട്ടുള്ളത്. 1 to 8 11 ജീവപര്യന്തം ശിക്ഷയുണ്ട്. അത് ജീവാവസാനം വരെയുള്ളതാണ്. 20 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് റിമിഷന് അവകാശമുള്ളൂ. അത്രയും വ്യക്തമാക്കി കോടതി പറഞ്ഞിരിക്കുന്നു. വളരെ ബാലൻസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് പിഴ ശിക്ഷയും ചുമത്തിയിട്ടുണ്ട്. താഴെ കോടതി പറഞ്ഞിട്ടുള്ള പിഴയേക്കാൾ കൂടുതൽ പിഴ കോമ്പൻസേഷനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വിക്ടിമായ രമയ്ക്കും രമയുടെ മകനും ഒക്കെ തന്നെ 10 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും വീതം 7 ആണിപ്പോൾ കൊടുക്കാൻ പറഞ്ഞത്. 7നെയും 5 ലക്ഷം രൂപ വീതം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർദ്ധിപ്പിച്ചിട്ടുള്ള നഷ്ടപരിഹാരമായി കൊടുക്കാൻ വേണ്ടി ഉത്തരവിൽ ഉണ്ട്. ടോട്ടൽ 12.5 ലക്ഷം എന്നാണ്. അത് എത്രയുള്ള പണത്തിനല്ല നമുക്ക് ഇവിടെ കോമ്പൻസേഷന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കേസ് നടത്തിയതും. അതിൽ വലിയ വിധമുണ്ട്. പിന്നെ 13ാം പ്രതി കുഞ്ഞനന്ദൻ മരിച്ചുപോയി, തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ അതിൽ കക്ഷി ചേർന്നിട്ട് ഈ അപ്പീൽ തുടർന്ന് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹർജി കൊടുത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ കൊടുക്കാമെന്ന് കൽപ്പിച്ചിട്ടുള്ള പിഴ ശിക്ഷ അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഉത്തരവുള്ളത്. ഒരു കാര്യം കൂടി ഉള്ളത്, രാഷ്ട്രീയ കൊലപാതകമാണ് എന്നത് ഹൈക്കോടതി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. CPM ഇതുവരെ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന വാദഗതി പാടെ പൊളിയുകയാണ്. പൂർണ്ണമായിട്ടും CPIM ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി വിധിയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, CPM ഇനിയെങ്കിലും ഈ ഏർപ്പാട് രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് നിർത്തി കേരളീയ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന ഒരു അപേക്ഷ അവരുടെ നേതൃത്വത്തോട് പറയുകയാണ്. ഈ ഒരു വിധി കൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കോടതി നൽകിയിരിക്കുന്ന ഒരു സന്ദേശം, ഇതുപോലുള്ള കൊലപാതകങ്ങൾ വളരെ വളരെ കോസ്റ്റ്ലിയാണ്, വളരെ ചിലവേറിയതാണ്, ഒരുപാട് ചിലവുകൾ അവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. എളുപ്പത്തിൽ മറ്റൊരു കൊലപാതകം നടക്കുന്ന മാതിരി അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന സന്ദേശം. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് ഒരുപക്ഷെ കോടതി ഉള്ളിൽ കരുതിയിട്ടുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഈ വിധിയിലുടനീളം നിഴലിച്ച് കാണുന്നതും. താങ്ക് യു. എല്ലാവർക്കും നന്ദി കൂടി പറയുകയാണ് ഈ അവസരത്തിൽ. ഞങ്ങളുടെ കൂടെ ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് എസ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ, അഡ്വക്കേറ്റ് രാജീവ് വക്കീലിൻ്റെ ഓഫീസിലുള്ള വലിയൊരു ടീം, അതുപോലെ തന്നെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഈ അവസരത്തിൽ, പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യർക്കും, എല്ലാ നല്ലവർക്കും നന്ദി പറയുന്നു. TP കേസ് പ്രതികൾക്ക് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ ശിക്ഷാവിധി അത് സ്വാഗതം ചെയ്തിരിക്കുകയാണ് KK രമ. എന്നാൽ ഇതിന്റെ ഗൂഢാലോചനയിലേക്ക്, കുറെ കൂടി ആഴത്തിൽ നടന്ന ഗൂഢാലോചനയിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. അതിനായി മേൽക്കോടതിയെ സമീപിക്കുമെന്ന് KK രമ ആവർത്തിക്കുന്നു. ഇത് CPIM ആലോചിച്ച് നടപ്പാക്കിയ കുറ്റകൃത്യമാണ്, കൊലപാതകമാണ് എന്നാണ് ഇന്ന് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതാണ് RMP വ്യക്തമാക്കുന്നത്. ഒപ്പം രാഷ്ട്രീയ കൊലപാതകത്തിനെതിരായ സന്ദേശമാണ് ഹൈക്കോടതി വിധി എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടി വ്യക്തമാക്കുന്നത്.